ഉത്തര കേരളത്തിലെ നമ്മൾ ഒരുമാതിരിപ്പെട്ട അമ്പലങ്ങളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയോ ഏതെങ്കിലും കാലഘട്ടം ഉണ്ടെന്ന് വിചാരിച്ചു. അത് ചിലപ്പോൾ അവർ നോക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ അമ്പലത്തിൽ ഭക്തന്മാരുടെ വരവ് കുറവായത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ക്ഷയിച്ചു പോകുന്നത്. പക്ഷെ ക്ഷയിച്ചു പോയ എല്ലാ അമ്പലങ്ങളും അവസാനം റീസൺ പറയും ടിപ്പു സുൽത്താൻ വന്ന് തല്ലിപ്പൊളിച്ച അമ്പലമാണ്. ഞാൻ ഓർക്കുമായിരുന്നു ഈ ടിപ്പു സുൽത്താൻ ഇത്രയും അമ്പലങ്ങൾ പൊളിക്കാൻ സമയം എവിടെയാണ് എന്നുള്ളത്. ഇദ്ദേഹം ലിറ്ററലി പടയോട്ടമാണ്. അതായത് ഇവിടെ വന്ന് കേരളത്തിലെ റൂളേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നു, തിരിച്ചുപോയി മൈസൂർ റൂളേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷിനെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു, അതിന്റെ ഇടയ്ക്ക് മറാഠകൾ ടിപ്പുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് വാർത്ത കേൾക്കുന്നു. അപ്പൊ മറാഠാസിനെ ഫൈറ്റ് ചെയ്യാൻ പോകണം. ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും അമ്പലങ്ങളെ തല്ലിപ്പൊളിക്കാനും അതും ആലോചിച്ച് നോക്കി. ഈ അമ്പലങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അവിടെയുള്ള സ്വർണത്തിന് വേണ്ടിയാണ്. ഈ എത്ര അമ്പലങ്ങൾക്ക് സ്വർണം ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സകലമാന അമ്പലങ്ങളും തല്ലി പൊളിക്കണമെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഫോഴ്സ്, എത്ര അധികം ഫോഴ്സ് ആവശ്യമായി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് സൈന്യത്തിന്റെ ഒരു ലാർജ്, ടിപ്പു തന്നെ വന്നല്ലോ തല്ലിപ്പൊളിക്കുന്നത്, ടിപ്പു തന്നെ സൈന്യത്തിനെ വിടണം. ഇതിനു വേണ്ടി ഒരു സൈന്യത്തിനെ വിടാൻ ആ ഒരു സമയത്ത് ടിപ്പുവിന്റെ പടയോട്ടം കാരണം ടിപ്പുവിന് ഡെഫിനറ്റ്ലി കഴിയില്ല. അങ്ങനെ ഡെഡിക്കേറ്റഡ്. രണ്ട്, ടിപ്പുവിന്റെ സൈന്യം നിങ്ങൾ നോക്കൂ. നിങ്ങൾ ടിപ്പുവിന്റെ സൈന്യം നോക്കിയാൽ അതിനകത്ത് ഒരു വലിയ തോതിൽ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് ഹിന്ദു എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടിപ്പു അപ്പോയിന്റ് ചെയ്ത ആൾക്കാരെ, ഇപ്പം ടിപ്പു ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതായത് കേരളത്തില് ഒരു റൂളർ പേരെടുത്തൊരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ടിപ്പു സുൽത്താനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കരം പിരിക്കുന്നത് ഇയർലി ആയിട്ട് എഴുതി അതിന്റെ കണക്കുകൾ ഒരു രജിസ്റ്റേഴ്സും ലെഡ്ജേഴ്സും കീപ്പ് ചെയ്യുന്ന ആ ഒരു പുതിയ രീതിയിലുള്ള റവന്യൂ സിസ്റ്റം. അപ്പൊ ഇതിന്റെയൊക്കെ പട്ടികകൾ തയ്യാറാക്കി കീപ്പ് ചെയ്യാൻ വേണ്ടി ടിപ്പു അപ്പോയിന്റ് ചെയ്യുന്ന മദന എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനെയാണ്. വിച്ച് ഇസ് ഓൾസോ വെരി ക്ലെവർ. ഇപ്പൊ ടിപ്പുവിന് അങ്ങനെ ഇയാള് ഹിന്ദു ആയതുകൊണ്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇയാൾ ഹിന്ദു ആയതുകൊണ്ടല്ല, ഇയാൾ ബ്രാഹ്മണനായതുകൊണ്ട് ചെയ്തതാണ്. കാരണം എന്താണ്, ഈ രാജാക്കന്മാരെക്കാളും എല്ലാം ഏറ്റവും ഉന്നത കുലജാതനായ ബ്രാഹ്മണനെ കൊണ്ടാണ് ഈ നമ്മൾ ഇന്നത്തെ ഒരു വാക്കുകളൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞ ഒരു ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് നിയമിക്കുന്നതും അവരാണ് പിന്നീട് ഈ ബാക്കി ഈ ടിപ്പുവിന്റെ സാമന്തന്മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. ടിപ്പു വീണ്ടും ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്, അതായത് കുറെ സ്ഥലങ്ങളും കൂടെ പിടിച്ചെടുത്ത് ഏകദേശം തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് കഴിയുമ്പോഴും അപ്പോയിന്റ് ചെയ്യുന്നത് ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞ മറ്റൊരു സോക്കോൾഡ് ഹിന്ദു എന്ന് പറഞ്ഞ ആളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആനന്ദ റാവു എന്ന് പറഞ്ഞ ആളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. നവോഞ്ചി പിള്ളൈ എന്ന് പറഞ്ഞ ഒരു ഇദ്ദേഹത്തിന് കോഫേഴ്സ് നോക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ കോട്ട് ആൻഡ് കോട്ട് ഹിന്ദു മനുഷ്യരെ അപ്പോയിന്റ് ചെയ്യുന്ന അത് കാണും. അവിടെയാണ് എനിക്കിതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്. നമുക്ക് പലപ്പോഴും കേരളത്തില് ഉള്ളൊരു തെറ്റിദ്ധാരണ ഹിന്ദു ഇസിക്കൽ ടു അപ്പർ കാസ്റ്റ് ഹിന്ദു എന്നാണ്, ഒപ്രസർ കാസ്റ്റ് ഹിന്ദു എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ഇടയ്ക്ക് മറ്റേ അത്തപ്പൂക്കളം ഇതാക്കിയ ആ ഒരു സ്ത്രീയെ, അവർ ചിത്തയാക്കിയാണോ അത് കഴിഞ്ഞിട്ടാണോ അറിയില്ല, ആ ഒരു സ്ത്രീക്ക് പറയേണ്ടത് ഞാനൊരു കൺവേർട്ടഡ് ഹിന്ദു അല്ല, ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട വിത്ത് സർനെയിം അവർക്ക് അവരെ തന്നെ അവതരിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. ചില വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഹിന്ദുക്കളായിട്ട്, ആക്ച്വൽ ഹിന്ദുക്കളായിട്ട് നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് മറ്റൊരിടത്തിൽ നിന്ന് വന്ന റാവു ഹെറിറ്റേജ് ഉള്ള ഒരാളെ ഹിന്ദുവായിട്ട് ടിപ്പു സുൽത്താന്റെ ചരിത്രം എഴുതിയ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കാത്തതും കൂടി കൊണ്ടാണ്. കാരണം അവരെ നോട്ട് ഹിന്ദു ഇനഫ് ആയിട്ടാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ ഹിന്ദു ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ, ആർമിയിലുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നമ്മളിന്ന് സബോൾട്ടൺ എന്ന് വിളിക്കുന്ന ജാതികളിൽ നിന്ന് വന്ന ഹിന്ദുക്കളുണ്ട്. ടോപ്പ് പോസ്റ്റുകളിൽ നമുക്ക് ഹിന്ദുക്കളെ കാണാം. ഇതിനേക്കാൾ എല്ലാ രസകരമായിട്ടുള്ള ഒരു രേഖ കാലിക്കട്ട് ആർക്കൈവ്സിൽ ഇനാം രജിസ്റ്ററിലുള്ള ഒരു രേഖയാണ്. അതായത് എല്ലാ വർഷവും 8000 പഗോഡ, അന്ന് മൈസൂരിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കറൻസി, 8000 പഗോഡ ഗുരുവായൂർ അമ്പലത്തിന് മാറ്റിവെച്ച ഒരു റൂളർ, മേ ബി കേരളത്തിലെ ഏക റൂളർ ടിപ്പു സുൽത്താനാണ്. ഈ 8000 പഗോഡ കൊടുക്കാൻ വേണ്ടി നാലകത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി. അയാളുടെ ചുമതലയാണ് എല്ലാ വർഷവും 8000 പഗോഡ ഗുരുവായൂർ അമ്പലത്തിന്
കൊടുക്കുക എന്ന് പറഞ്ഞ്. ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കപ്പെട്ട മലബാറിൽ ഇംഗ്ലീഷുകാർ വന്നപ്പോൾ 8,000 പഗോഡ വെട്ടിക്കുറച്ച് 5,000 പഗോഡ ആക്കിയതിന്റെ രേഖ ഇംഗ്ലീഷ് രജിസ്റ്റേഴ്സിലുണ്ട്, ശരി രജിസ്റ്റേഴ്സിലും ഉണ്ട്. ഇങ്ങനെ ഒരാളെ എങ്ങനെ നിങ്ങളൊരു ഐക്കണോക്ലാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും? കേരളത്തിൽ ഗുരുവായൂരിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിരവധി ടെമ്പിൾസിന് ഗ്രാന്റ് കൊടുക്കുന്ന ടിപ്പു സുൽത്താനെ നിങ്ങൾക്ക് കാണാൻ പറ്റും.